വാട്സ്ആപ്പ് ഗേസ് ബോക്സ് മേടിച്ച നാസിമാണ്. അങ്ങനെ സെപ്റ്റംബർ മാസം കഴിഞ്ഞിരിക്കുകയാണ്, ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഒരുപാട് മൊബൈൽ ഫോൺസ് നമ്മുടെ മാർക്കറ്റിലേക്ക് പല ബ്രാൻഡുകളും അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ റിലീസ് ആകാൻ പോകുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ രണ്ട് പ്രത്യേകതകൾ കൂടി വരുന്നുണ്ട്. അതിലെ ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു ട്വിസ്റ്റ് ആണ്. ആ ഒരു ട്വിസ്റ്റ് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ട്വിസ്റ്റിന് എന്താണ് ഒരു സുഖമുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങി കുറച്ചായി കഴിയുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ലോഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ മെയ്ഡ് കമ്പനി ആയിട്ടുള്ള ലാവയുടെ ഭാഗത്തു നിന്നാണ്. ലാവയുടെ അഗ്നി സീരീസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു അഗ്നി സീരീസിന്റെ നെക്സ്റ്റ് ജനറേഷൻ ലാവ അഗ്നി 3 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഒക്ടോബർ 4-ം തീയതി, അതായത് നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. നല്ല സ്പെക്കോട് കൂടി തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. പ്രൊസസറിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക്കിന്റെ Dimensity 7300 SoC എന്ന് പറയുന്ന പ്രൊസസറാണ് വരുന്നത്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 8GB RAM ആണ് സ്റ്റാർട്ടിംഗ് ബേസ് വരുന്നത്. റിയർ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 5000 mAh വരുന്നുണ്ട്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. ലോഞ്ച് വരുന്നത് നാളെ ഒക്ടോബർ 4-ം തീയതിയാണ്. പ്രൈസ് എന്ന് പറയുന്നത് 21,999 ആണ്. 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ലാവ അഗ്നി സീരീസ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലാവ അഗ്നി 3 നിങ്ങൾക്ക് മുന്നിലേക്ക് ഒക്ടോബർ മാസത്തിൽ വരുന്നുണ്ട്. അടുത്തായിട്ട് മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് ഒരു മൊബൈൽ ഫോൺ ഈ ഒരു ഒക്ടോബറിൽ വരുന്നുണ്ട്. മോട്ടോ G75 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഒക്ടോബർ പകുതിയോടുകൂടി തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ലോഞ്ച് ആകാൻ പോകുന്നത്. മോട്ടോ G75 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ പ്രൊസസർ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 6 Gen 3 എന്ന് പറയുന്ന പ്രൊസസറാണ്. 0.8 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 6GB സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നതെന്ന് പറയപ്പെടുന്നു. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്, സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ചാർജിങ് 33 വാട്ട് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും. 17,000 രൂപയാണ് അപ്രോക്സിമേറ്റ് ഇതിന്റെ പ്രൈസ് വരാൻ പോകുന്നത്. ഒക്ടോബർ പകുതിയോടുകൂടി മോട്ടോറോയുടെ ഭാഗത്ത് മോട്ടോ G75 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. മൂന്നാമതായിട്ട് വരാൻ പോകുന്നത് സാംസങ്ങിന്റെ S24 FE ഫാൻ എഡിഷൻ ആണ്. ഓൾറെഡി ഇത് ലോഞ്ച് ആയി കഴിഞ്ഞു. ഇന്ന് മുതൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ ഇതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കി കഴിയുമ്പോൾ എക്സിനോസിന്റെ 2400E എന്ന് പറയുന്ന പ്രൊസസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഡിസ്പ്ലേ 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 8GB സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സൽ, 12 മെഗാ പിക്സൽ, 8 മെഗാ പിക്സൽ. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 10 മെഗാ പിക്സൽ ആണ് വരുന്നത്. 4500 mAh ബാറ്ററി കപ്പാസിറ്റി, 25 വാട്ടിന്റെയാണ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നത്. സാംസങ് ഇപ്പോഴും 25 വാട്ടിൽ തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 65,999 ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്ന മൊബൈൽ ഫോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന മൊബൈൽ ഫോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, നെക്സ്റ്റ് ജനറേഷൻ പ്രൊസസറുകൾ ക്വാൽകോം സ്നാപ്ഡ്രാഗന്റെ 8 Gen 4 സീരീസ് നമുക്ക് മുന്നിലേക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ധാരാളം മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന മൊബൈൽ ഫോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വിവോയുടെ ഭാഗത്തു നിന്നും X സീരീസിൽ ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട്. X200 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് വരുന്നത്. X100 നമ്മൾ കണ്ടു, നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ഒക്കെ തന്നിരുന്ന ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ അതിനെ കടത്തി വെട്ടുന്ന രീതിയിലായിരിക്കാം വിവോയുടെ X200 നമുക്ക് മുന്നിലേക്ക് ഈ ഒരു മാസത്തിൽ വരാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡേറ്റ്, ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 14-ം തീയതി, ഏകദേശം ഒക്ടോബർ പകുതിയോടുകൂടിയാണ്. നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ Dimensity 9400 എന്ന് പറയുന്ന പ്രൊസസറാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14-ലായിരിക്കും വരുന്നത്. 6.9 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. റാം സ്റ്റോറേജ് 12GB ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ, 200 മെഗാ പിക്സലിന്റെ ക്യാമറ, വീണ്ടും ഒരു 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്. ഫ്രണ്ട് ക്യാമറയും 50 മെഗാ പിക്സലിന്റെ തന്നെയാണ് വരുന്നത്. 5600 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും വിവോ X200 വരുന്നുണ്ട്. 90,000 രൂപയാണ് അപ്രോക്സിമേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം അറിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്, ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് ചൈനയിലാണ് ഇപ്പോൾ ലോഞ്ച് ആകാൻ പോകുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ചിലപ്പോൾ ഒക്ടോബർ മാസം കഴിഞ്ഞായിരിക്കാം വരുന്നത്. ദെൻ ഐക്യുവിന്റെ ഭാഗത്ത് നിന്നും 12 സീരീസ് നമ്മൾ കണ്ടു. അതിന്റെ നെക്സ്റ്റ് പതിപ്പായിട്ടുള്ള IQ 13 സീരീസ് ഈ ഒരു ഒക്ടോബർ മാസത്തിലെ പകുതിയോടുകൂടി അല്ലെങ്കിൽ അവസാനത്തോടു കൂടി വരാൻ പോകുന്നുള്ള ഒരു വാർത്ത കാണുന്നുണ്ട്. പ്രോസസറിന്റെ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 4 വെച്ചിട്ടുള്ള ആദ്യത്തെ മൊബൈൽ ഫോൺ ആയിരിക്കും IQ 13 സീരീസ് എന്ന് പറയപ്പെടുന്നു. ഈ മൊബൈൽ ഫോണിന്റെ പ്രോപ്പർ ലോഞ്ചിങ് ഡേറ്റ് അറിഞ്ഞാൽ മാത്രമേ എന്താണ് പ്രൊസസർ വരുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ സാധിക്കൂ. ഏതായാലും
ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം IQ30 8 Gen 4 സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 4 ആണ് വരാൻ പോകുന്നത്. മറ്റ് സ്പെക്ക് നോക്കി കഴിയുകയാണെങ്കിൽ Android 15 ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത്. 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 16 GB വരെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് 50, 64, 50 ഇങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ 65,000 രൂപയാണ് വരുന്നത്. ഒക്ടോബർ പകുതിയോടുകൂടിയും അല്ലെങ്കിൽ ഒക്ടോബർ അവസാനത്തോടു കൂടിയായിരിക്കും IQ13 സീരീസ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. പക്ഷെങ്കിൽ ഇതും ചൈന മാർക്കറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആകാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ഏകദേശം 2 മാസം കൂടി, ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി അല്ലെങ്കിൽ ജാനുവരിയിലേക്കായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. OnePlusന്റെ 12 സീരീസ് നമ്മൾ കണ്ടു. അതിന്റെ 13 സീരീസ് നമുക്ക് ഒക്ടോബറിൽ വരുന്നുണ്ട്. ഒക്ടോബർ പകുതിയോടുകൂടി തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന് പറയുന്ന പ്രോസസർ സീരീസിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. 6.82 LPTO AMOLED ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. Android 15 ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത്. 24 GB വരെ നമുക്ക് റാം വേരിയന്റ് കിട്ടുമെന്ന് ഇപ്പോൾ റൂമേഴ്സിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. ക്യാമറ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. എല്ലാ ക്യാമറയും 50 മെഗാ പിക്സൽ തന്നെയാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ, ഈ ഒരു 3 ക്യാമറ സെറ്റപ്പ് ആണ് OnePlus 13 സീരീസിൽ വരുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇവർ നമുക്ക് OnePlus 13 സീരീസിൽ തരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്. അപ്രോക്സിമേറ്റ് വില എന്ന് പറയുന്നത് 70,000 രൂപ തോതിലായിരിക്കാം OnePlus 13 സീരീസ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് ഈ ഒരു ഒക്ടോബറിലല്ല, ഇപ്പോൾ ചൈനയിലായിരിക്കാം ഈ ഒരു ഒക്ടോബറിൽ റിലീസ് ആകാൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഡിസംബർ മാസത്തിലേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. ഷവോമി എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒക്ടോബർ മാസത്തിൽ ഷവോമിയുടെ 15 സീരീസ് വരുന്നുണ്ട്. ഒക്ടോബർ 23-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 4 എന്ന് പറയുന്ന പ്രൊസസർ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരാൻ പോകുന്നത്. Android 14 വരുന്നത്. 15 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 6.36 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 16 GB റാം സ്റ്റോറേജ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് 50, 50, 50 ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ, 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 4900 mAh ബാറ്ററി കപ്പാസിറ്റി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്. പ്രൈസ് സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഷവോമി 15 സീരീസിന്റെ വില എന്ന് പറയുന്നത് 65,000-നും 70,000 രൂപയ്ക്കും ഇടയിലായിരിക്കും. ഒക്ടോബർ 23-ാം തീയതിയാണ് ഷവോമി ഇതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ചിലപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ളൂ. ചൈനയിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഒഫീഷ്യലായിട്ട് ഈ ഒരു മാസം ലോഞ്ച് ആകാൻ പോകുന്നത്. ഷവോമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫ്ലിപ്പ് ഫോൺ കൂടി ഈ ഒരു മാസം തന്നെ ഇറങ്ങുന്നുണ്ട്. ഡേറ്റ് കൺഫേം അല്ല. ഷവോമി മിക്സ് ഫ്ലിപ്പ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 3 വെച്ചാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത്. 6.86 ഇഞ്ചിന്റെ LPTO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കവർ സ്ക്രീൻ വരുന്നത് 4.01 ഇഞ്ചസ് ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കവർ ഡിസ്പ്ലേയിലും മെയിൻ ഡിസ്പ്ലേയിലും ഷവോമി മിക്സ് ഫ്ലിപ്പിൽ കിട്ടാൻ പോകുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 4780 mAh ബാറ്ററി കപ്പാസിറ്റി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്. 90,000 രൂപയാണ് അപ്രോക്സിമേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിന് വില വരാൻ പോകുന്നത്. ഈ ഒരു മൊബൈൽ ഫോണും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു മാസം വരുമോ എന്ന് അറിയത്തില്ല. ഏതായാലും ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു മാസം പകുതിയോടുകൂടി അല്ലെങ്കിൽ അവസാനത്തോടുകൂടി ഈ ഒരു മൊബൈൽ ഫോൺ വരുമെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം അറിയാൻ പറ്റുന്നത്. ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് ഒരു 3 മൊബൈൽ ഫോൺ മാത്രമേ നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ ബ്രാൻഡുകൾ അവതരിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ചൈനയിലാണ് ലോഞ്ച് ആകാൻ പോകുന്നതാണ് ഇപ്പോൾ റൂമേഴ്സ് അറിയാൻ പറ്റുന്നത്. ഏതായാലും ഈ ഒരു മൊബൈൽ ഫോണൊക്കെ ഏകദേശം 2 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 4 പ്രൊസസർ വെച്ച് ലോഞ്ച് ആകാൻ പോകുന്ന മൊബൈൽ ഫോണുകളാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല വീഡിയോസിന് വേണ്ടി റോക്കേഴ്സ് മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഇത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.